ബി.ജെ.പി. നേതാക്കളെ സംസാരം പഠിപ്പിക്കാൻ പ്രത്യേക ക്ലാസുകൾ അല്ലെങ്കിൽ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു വാർത്ത. CPM-ഉം CPI-യും ഒക്കെ കാലാകാലങ്ങളിൽ പാർട്ടി ക്ലാസുകൾ നടത്താറുണ്ട്. ആശയപരമായിട്ട് പാർട്ടി സഖാക്കളെ ഉറപ്പിച്ചു നിർത്തുന്നതിനാണ് ഇത്തരം ക്ലാസുകൾ ഉപയോഗിക്കുന്നത്. സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ചില സംശയങ്ങൾ ചോദിക്കുന്ന ഒരു സഖാവിനോട് സഖാവ് വേണ്ട പോലെ പാർട്ടി ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പമെന്ന് നടൻ ശ്രീനിവാസിന്റെ കഥാപാത്രം പറയുന്നത് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ പാർട്ടി ക്ലാസ്സുകൾ. കോൺഗ്രസും BJP-യും ഒക്കെ ശിബിരങ്ങൾ എന്നൊക്കെ പേരിട്ട് ചില ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ ഒരു പാർട്ടി അവരുടെ നേതാക്കളെ വൃത്തിയായി സംസാരിക്കാൻ, അതായത് പാർട്ടിക്ക് ദോഷം വരാതെ സംസാരിക്കുന്നതിന് പഠിപ്പിക്കാൻ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കും. പലപ്പോഴും ചില BJP നേതാക്കളുടെ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ കേൾക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ വളരെ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നുവെന്ന് തോന്നാറുണ്ട്. ഇപ്പോഴാണ് ഈ കൂട്ടര് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അവമതിപ്പ് അല്ലെങ്കിൽ ക്ഷീണം അല്ലെങ്കിൽ ദോഷം പാർട്ടിയുടെ നേതൃത്വത്തിന് മനസ്സിലാവുന്നത്. ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുമായിട്ട് നടന്ന സംഘർഷം, അതിൽ ഇന്ത്യക്കുണ്ടായ മേധാവിത്വവും അഭിമാനകരമാണ്. ഇന്ത്യക്ക് ഒട്ടാകെ അഭിമാനകരമാണ്. സ്വാഭാവികമായിട്ടും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അതിന്റെ പേരിൽ അഭിമാനിക്കാൻ വകയുണ്ട്. അപ്പോൾ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJP അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ചില BJP നേതാക്കളുടെ അനവസരത്തിലെ ചില പ്രസ്താവനകൾ, അരുതാത്ത ചില അഭിപ്രായ പ്രകടനങ്ങൾ, അതൊക്കെ ഇത്തരത്തിലുള്ള അവസരം ഇല്ലാതാക്കിയെന്ന് ചില പാർട്ടി നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതരമായ ഒരു പ്രസംഗം അല്ലെങ്കിൽ പ്രസ്താവന BJP-യുടെ മധ്യപ്രദേശിലെ മന്ത്രിയായ വിജയ് ഷായുടേതായിരുന്നു. അതൊക്കെ സുപ്രീം കോടതി വരെ എത്തി. ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷം, അതിന്റെ വിശദാംശങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ബ്രീഫ് ചെയ്യുന്നതിന് സൈന്യം അല്ലെങ്കിൽ സർക്കാർ 2 സ്ത്രീ ഉദ്യോഗസ്ഥകളെ കൂടെ നിയോഗിച്ചിരുന്നു. അതിലൊരാൾ കേണൽ സോഫിയ ഖുറേഷി ആയിരുന്നു. അവരെ കുറിച്ച് ഈ വിജയ് ഷാ, BJP-യുടെ നേതാവ്, മധ്യപ്രദേശിൽ ഒരു മുഴുത്ത നേതാവാ, അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോഴും BJP വിടാതെ പിന്തുടരുകയാണ്. ഭീകരപ്രവർത്തകരുടെ സഹോദരി എന്നാണ് ഖുറേഷിയെ, സോഫിയ ഖുറേഷിയെ ഈ മന്ത്രി വിശേഷിപ്പിച്ചത്. അയാളെ കുറിച്ച് എങ്ങനെ വിവരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആലോചിച്ച് നോക്കണം, ആ 2-3 വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥവ്യാപ്തി. സോഫിയ ഖുറേഷി അവരെ സൈനിക നടപടികളെ കുറിച്ച് ബ്രീഫ് ചെയ്യുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. 26 പേരെയാണ് പഹൽഗാമില് ഈ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരന്മാര് വെടിവെച്ച് കൊന്നത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകര പ്രവർത്തകർക്ക് മറുപടി നൽകാൻ സ്ത്രീകളായ അല്ലെങ്കിൽ വനിതകളായ ധീര സൈനികരെ തന്നെ നിയോഗിക്കുന്നു എന്ന സങ്കല്പമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ചിന്തയായിരുന്നു ഈ 2 വനിതാ ഓഫീസർമാരെ ഇക്കാര്യത്തിന് നിയോഗിച്ചതിന് പിന്നുണ്ടായിരുന്നത്. അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാതെ, അതിന്റെ സത്ത അറിയാതെ ഈ BJP മന്ത്രി സോഫിയ ഖുറേഷിയെ പറ്റി പറഞ്ഞ വാക്കുകൾ അത് ഹൈക്കോടതി വിമർശിച്ചു. സുപ്രീം കോടതി ആ മന്ത്രി എടുത്തിട്ട് കുടഞ്ഞു എന്ന് തന്നെ പറയാം. അയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും BJP-യുടെ നേതാക്കള് വിജയ് ഷായെ തള്ളി പറഞ്ഞിട്ടില്ല. അയാളുടെ പ്രസംഗത്തെ അല്ലെങ്കിൽ പ്രസ്താവനയെ അപലപിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും മന്ത്രിയായിട്ട്, മധ്യപ്രദേശിലെ മന്ത്രിയായിട്ട് തുടരുകയാണ്. മറ്റൊരു നേതാവ്, മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ, അദ്ദേഹം ആക്ഷേപിച്ചത് ഒരു സൈനിക ഓഫീസറെ അല്ല, സൈന്യത്തെ മുഴുവനാണ്. വിജയ് ഷായേക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാണ് ഈ നേതാവ്. കാരണം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്. മധ്യപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് BJP-യുടെ ഉപമുഖ്യമന്ത്രി ആവുക എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയായിരിക്കും. അദ്ദേഹം എന്താണ് പറഞ്ഞത്? രാജ്യവും നമ്മുടെ സൈന്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു എന്ന വളരെ ആക്ഷേപകരമായ ഒരു പരാമർശമാണ് ഈ ഉപമുഖ്യമന്ത്രിയിൽ നിന്ന്, ജഗദീഷ് ദേവ്ഡയിൽ നിന്ന് ഉണ്ടായത്. നമ്മളൊന്ന് ആലോചിക്കണം, സൈന്യത്തെ പറ്റി 1000 നാവുള്ള ഒരു പാർട്ടിയാണ് BJP. സ്ഥാനത്തും അസ്ഥാനത്തും സൈന്യത്തെ ഉപയോഗിച്ച് ജനങ്ങളുടെ ദേശവികാരം
ദേശപ്രേമ വികാരം ഉണർത്തിവിടുന്നതിന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയാണ് ഇന്ത്യൻ സൈന്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് വിശേഷിപ്പിച്ച് തരം താഴ്ത്തിയത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ സൈന്യത്തെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വഴിയാണ് ആദരിച്ചിരുന്നത്. BJP ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കള് മറന്നുപോകാത്ത ഒരു വസ്തുതയുണ്ട്. ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതാണ്, ഇന്ത്യക്കാരുടെ മുഴുവനുമാണ്. അത് 2014 നിലവിൽ വന്ന ഒരു സംവിധാനമല്ല. അത് BJPയുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടേതോ അല്ല. അവർ വന്നിട്ട് മോഡിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് BJPക്കാർക്ക് മോദിയെ കുറിച്ച് ഏത് തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ എഴുതാനും പാടാനും എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുമുണ്ട്. ദൈവമായി ചിത്രീകരിക്കാം, ജഗത് ഗുരുവെന്ന് വിശേഷിപ്പിക്കാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ മോദിയെ വാഴ്ത്തുന്നതിന് പുകഴ്ത്തുന്നതിന് നിങ്ങളുടെ സൈന്യത്തെ ഒരിക്കലും ഒരു ഉപകരണമാക്കിക്കൂടായിരുന്നു. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന്റെ പിന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളായിരുന്നു എന്ന ട്രംപിന്റെ തന്നെ പ്രസ്താവന, അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന, അതുണ്ടാക്കിയ വിവാദം ഇതുവരെ അടങ്ങിയിട്ടില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പെടാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോഴാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു MLA പ്രസ്താവന. അദ്ദേഹം ഒരു പ്രജാപതിയാണ്, നരേന്ദ്ര പ്രജാപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഈ യമണ്ടൻ പ്രസ്താവന എന്താണെന്ന് അറിയാമോ? ഐക്യരാഷ്ട്രസഭ ഉത്തരവിട്ടത് കൊണ്ടാണ് നമ്മൾ അന്ന് വെടിനിർത്തലിന് തയ്യാറായതെന്ന്. അങ്ങനെ ഒരു ചിന്ത പോലും ഇതുവരെ എങ്ങും ഉണ്ടായിട്ടില്ല. അമേരിക്ക അതിന്റെ പിന്നിലുണ്ടോ എന്നത് സംബന്ധിച്ച വിവാദമാണ് നടക്കുന്നത്. അപ്പോഴാണ് ഈ മധ്യപ്രദേശിലെ ഒരു MLA റീവയിൽ നടത്തിയ ഒരു യോഗത്തിൽ പറയുന്നത് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടതുകൊണ്ട്, ഉത്തരവിട്ടതുകൊണ്ടാണ് നമ്മൾ വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന്. എങ്ങനെയുണ്ട് ഈ നേതാക്കളുടെ ഒരു ബോധവും വിവരവും? ഇതിനേക്കാളേറെ BJPയെയും BJP സഹയാത്രികരെയും നാണം കെടുത്തിയ മറ്റൊരു പ്രസ്താവനയായിരുന്നു റിപ്പബ്ലിക് TVയുടെ ചീഫ് എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമി കഴിഞ്ഞ ദിവസം അദ്ദേഹം നയിച്ച ഒരു ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യം. തുർക്കിയിലെ ഈസ്താംബൂളില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെ ഒരു ഓഫീസിന്റെ ചിത്രം റിപ്പബ്ലിക് TV കാണിക്കുകയും ചെയ്തു. അതിലെഴുതിയിരുന്നത് ഈസ്താംബൂൾ കോൺഗ്രസ് സെന്റർ എന്നാണ്. ഈ കെട്ടിടത്തെയാണ് കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ അപമതിപ്പെടുത്താൻ വേണ്ടി ഈസ്താംബൂളിലെ കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമായി അർണാബ് ഗോസ്വാമി വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന് തുർക്കി പാകിസ്ഥാൻ അനുകൂലമായ ഒരു പരസ്യമായ നിലപാടാണ് എടുത്തത്. അവരുടെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ വളരെ പരസ്യമായിട്ട് തന്നെ പാകിസ്ഥാനെ പിന്തുണച്ചു. അത് മാത്രമല്ല, ആയുധങ്ങൾ പാകിസ്ഥാൻ നൽകുകയും ചെയ്തു. ഇന്ത്യക്കെതിരായിട്ടുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ തുർക്കിക്കെതിരായിട്ട് ഇന്ത്യയിൽ ഒരു ശക്തമായ വികാരം നിലനിൽക്കുമ്പോൾ അതെങ്ങനെ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാം, അതായിരുന്നു അർണാബ് ഗോസ്വാമിയുടെയും ആ പ്രസ്താവന ഏറ്റെടുത്ത BJP നേതാക്കളുടെയും ഉന്നം. തുർക്കിയുടെ ഈ ഇടപെടലിനെ തുടർന്ന് ഇന്ത്യയിലെ ചില വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ജോലി ചെയ്തിരുന്ന തുർക്കി സ്ഥാപനങ്ങളെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തുർക്കി എടുത്ത ഈ പക്ഷപാതപരമായ നിലപാടിനെ തുടർന്ന് നമ്മൾ ഒഴിവാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സർവകലാശാലകളും അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികളുമായി ഉണ്ടായിരുന്ന ചില ധാരണാപത്രങ്ങൾ റദ്ദാക്കി. അതിനേക്കാളൊക്കെ ഉപരി തുർക്കി ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ വിനോദസഞ്ചാരത്തിന് പോകുന്നൊരു കേന്ദ്രമായിരുന്നു. അവിടേക്കുള്ള യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തുർക്കിക്കെതിരായിട്ടുള്ള വികാരം ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതിൽ ഇന്ത്യയെ കൂടെ പിടിച്ചിടാനാണ് അർണാബ് ഗോസ്വാമി ശ്രമിച്ചത്. 2019 രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈസ്താംബൂളിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ആരംഭിച്ചതെന്നും മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന ആൾക്കാണ് ആ ഓഫീസിന്റെ ചുമതല എന്നും വരെ നമ്മുടെ അർണാബ് ഗോസ്വാമി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, കോൺഗ്രസിന് എന്താണ് ഈസ്താംബൂളിലെ ബിസിനസ്? എന്തിനാണ് കോൺഗ്രസ് അവിടെ ഒരു ഓഫീസ് തുറന്നിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതിന് മറുപടി പറയണം. അതായിരുന്നു അർണാബിന്റെ ആവശ്യം. അർണാബിനെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ചാനലിനെ നമുക്കറിയാം. അത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഒരു നാവാണ്. അത് ഇന്ത്യക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്.
ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇസ്താംബൂളിൽ ഇങ്ങനെയൊരു മന്ദിരമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി അതിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബത്തെ, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ വിരുദ്ധരായി, ഇന്ത്യയുടെ ശത്രുക്കളായി ചിത്രീകരിക്കാനുള്ള ഒരു നികൃഷ്ടമായ ശ്രമമാണ് റിപ്പബ്ലിക് ടി വി ഈ ചർച്ചയിൽ ചെയ്തത്. ശത്രുവിന്റെ മിത്രം, നമ്മുടെ ശത്രു, അതായത് തുർക്കിയിൽ ഓഫീസുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ശത്രു എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാനായിരുന്നു അർണാബ് ഗോസ്വാമി ശ്രമിച്ചത്. ചീനയോ തുർക്കിയോ പാകിസ്ഥാനെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതോ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുർക്കിയെ പിന്താങ്ങിയാലോ, തുർക്കിയിൽ ഓഫീസ് തുറന്നാലോ, തുർക്കിയിൽ ഓഫീസ് ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ശത്രുവാണ്. അത് മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളോട് ഈ ചർച്ച കേൾക്കുന്നവരിൽ കോൺഗ്രസ് വോട്ടർമാരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ അവർക്കുള്ള ചില മുന്നറിയിപ്പുകളും അർണാബിന്റെ വക ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി ശത്രുക്കൾക്കൊപ്പമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇന്ത്യയുടെ ശത്രുക്കൾക്കൊപ്പമാണോ? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ശ്രോതാക്കളോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം അതായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മറ്റൊരു രഹസ്യം കൂടി ഈ ചർച്ചയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന്, അർണാബ് ഗോസ്വാമിക്ക് ഈ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ഒരു വിശ്വാസവും ഇല്ല എന്നുള്ളത്. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അയാളുടെ വിശ്വാസം ആർക്ക് വേണം? വാസ്തവത്തിൽ അർണാബ് ഗോസ്വാമി പറഞ്ഞതിൽ എത്രത്തോളം സത്യമാണുള്ളത്? അദ്ദേഹം പറഞ്ഞ ഈ കെട്ടിടം ഇസ്താംബൂളിലുണ്ട്, തുർക്കിയിലുണ്ട്. ഇസ്താംബൂൾ കോൺഗ്രസ് സെന്റർ എന്നാണ് അതിന്റെ പേര്. അത് അവിടുത്തെ വളരെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ സെന്ററാണ്, അല്ലാതെ കോൺഗ്രസിന്റെ ഓഫീസല്ല. 2009 ഒക്ടോബർ 17 മുതൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു കൺവെൻഷൻ സെന്ററാണ്. ഇസ്താംബൂൾ നഗരത്തിലെ സിസിലി ജില്ലയിൽപ്പെട്ട ഹർബിയ എന്ന് പറയുന്ന മേഖലയിലാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്താണ് ഈ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഒരു പടുകൂറ്റൻ മന്ദിരമാണ്. ആ കെട്ടിടത്തെയാണ് ഇസ്താംബൂളിലെ കോൺഗ്രസിന്റെ രജിസ്റ്റേർഡ് ഓഫീസായിട്ട് റിപ്പബ്ലിക് ടി വിയുടെ എഡിറ്റർ ഇൻ ചീഫ് അർണാബ് ഗോസ്വാമി ചിത്രീകരിച്ചത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? മറ്റു രാജ്യങ്ങളിൽ കോൺഗ്രസ് ഓഫീസ് തുടങ്ങിയിട്ട് എന്താ കാര്യം? തുർക്കിയുമായിട്ട് എന്തെങ്കിലും കച്ചവട ബന്ധങ്ങളുണ്ടോ കോൺഗ്രസിന്? ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന പേരിൽ ഏതാണ്ട് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കോൺഗ്രസിൻ്റെതായ ഒരു സാംസ്കാരിക സംഘടന നിലവിലുണ്ട്. ഇന്ത്യക്കാർ എത്തിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിന് ശാഖകളുണ്ട്. ചില രാജ്യങ്ങളിൽ വേറെ ചില പേരുകളില്ല. ഖത്തറിലും മറ്റും ഇൻകാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു സാംസ്കാരിക സംഘടനയാണ്. അത് കോൺഗ്രസിന് മാത്രമുള്ളതല്ല, മുസ്ലിം ലീഗിന്, KMCC എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ്. അതുപോലെ BJPക്ക് ഉണ്ട്. ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്ന പേരിൽ അമേരിക്ക, UK, അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെ BJPയുടെ ഈ സാംസ്കാരിക സംഘടനയുമുണ്ട്. തുർക്കിയിലും അവർക്കൊരു യൂണിറ്റ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദിവാങ്കർ ഗാംഗുലി എന്ന ആളാണ് നേരത്തെ അവിടെ അതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിരുന്നത്. 2018 ഈ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ ഗ്ലോബൽ തലവനായിരുന്ന വിജയ് ജോളി എന്ന ആള് തുർക്കിയിലെത്തുകയും അവിടെ വെച്ച് അവിടുത്തെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലഭിക്കുന്നതാണ്. അദ്ദേഹം അന്ന് താമര ചിഹ്നമുള്ള ഒരു ഷാൾ അണിയിച്ചാണ് എർദോഗാനെ സ്വീകരിച്ചത്. ഇതൊക്കെ അവിടെ ചരിത്രമായിട്ട് കിടക്കുകയാണ്. ഈ കക്ഷികൾക്കൊക്കെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ സാംസ്കാരിക സംഘടനകളുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്ന തുർക്കിയിൽ കോൺഗ്രസിനൊരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടെന്നുള്ള വ്യാജ വർത്തമാനമായി BJPയുടെ അനുഭാവികളും BJPയുടെ നേതാക്കളും രംഗത്ത് വന്നത്. ഈ അർണാബ് ഗോസ്വാമിയുടെ ഈ ചർച്ചാ പരിപാടിക്ക് ശേഷം അതിന്റെ തൊട്ടു പിന്നാലെ BJPയുടെ IT സെല്ലിന്റെ തലവനായ അമിത് മാളവ്യ ഇത് ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞതെല്ലാം ആവർത്തിച്ചു. അത് മാത്രമല്ല, അർണാബ് TV-യിൽ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. റിപ്പബ്ലിക് ചാനലിൽ പിന്നീട് തിരുത്തി അതൊരു വീഡിയോ എഡിറ്റർക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞ് കുറ്റമൊഴി അയാളുടെ മേൽ ഇട്ടുകൊടുത്തു. പക്ഷെ അമിത് മാളവ്യ ഇതുവരെ തിരുത്തിയതായിട്ടോ അല്ലെങ്കിൽ അത് പിൻവലിച്ചതായിട്ടോ യാതൊരു അറിവുമില്ല. വാസ്തവത്തിൽ എന്തൊരു നെറുകേടാണ് രാഷ്ട്രീയമായ എതിരാളികളെ തകർക്കുന്നതിന്, അവരെ അധിക്ഷേപിക്കുന്നതിന്, അവരെ മോശക്കാരാക്കുന്നതിന് ഇത്തരത്തിലുള്ള ആളുകൾ നടത്തുന്നത്. വ്യാജ ദേശപ്രേമം തലയിൽ കയറിയാൽ ആരെയും ചീത്ത പറയാം, അധിക്ഷേപിക്കാം, ആക്ഷേപിക്കാം.
ആ നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. സോബിയ ഖുറേഷിക്ക് എതിരായിട്ടുള്ള അധിക്ഷേപം, സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത്, അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് ഇല്ലാവചനം പറയുന്നത്, എന്തു നുണയും പറയാം, എന്ത് പച്ചക്കള്ളവും എഴുന്നള്ളിക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മാപ്പെഴുതി കൊടുത്തിട്ട്, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോയ ആളുകളുടെ പിന്മുറക്കാരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് എന്നും കൂടെ ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും BJP നേതാക്കൾ എങ്ങനെ സംസാരിക്കണം, വൃത്തിയായിട്ട് വർത്തമാനം പറയണം, അത് പരിശീലിപ്പിക്കുന്നതിന് ക്ലാസ് തുടങ്ങുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. പറഞ്ഞല്ലോ, നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. അത് മധ്യപ്രദേശിലാണ് ആരംഭിക്കുന്നതെന്നാണ് കേട്ടത്. കാരണം അവിടുന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അബദ്ധ പഞ്ചാംഗങ്ങൾ വന്നിട്ടുള്ളത്. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്ന കവിതയിൽ പന്തളം കേരളവർമ്മ നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ല വാക്ക് പറയുന്നതിന് BJP നേതാക്കൾക്ക് ത്രാണി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഈ ശ്രമം വളരെ അവസരോചിതമാണെന്ന് പറയാതെ വയ്യ. അമിത് മാളവിയെ പോലുള്ള ആളുകളെ കൂടെ ആ ക്ലാസിന്റെ മുൻബെഞ്ചിൽ തന്നെ ഇരുത്തണം.